Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് കണ്ടിന്യൂ ചെയ്യാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി സബ്ജക്റ്റ് ആണ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് എയില് നമുക്ക് 15 ചോദ്യങ്ങൾ വരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്, നിർബന്ധമായും പഠിക്കുക. പ്രൊഫഷണൽ സ്കിൽസ് എന്താണ്? ഈസി. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, ഹൂ ഈസ് എ ഗുഡ് പ്രൊഫഷണൽ? മറ്റൊരു ചോദ്യം. ഇനി അതിൻ്റെ കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്, പ്രൊഫഷണലിസം എന്താണ് ബിസിനസ്സിൽ? പ്രൊഫഷണലിസം എന്താണ് ഇൻ ബിസിനസ്? അപ്പോൾ ഈ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, ഇമെയിൽ എന്താണ്? ഈസി. ഇമെയിൽ ഇറ്റിക്കേറ്റ് എന്താണ്? ഈസി. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി ഇ ബുക്ക് എന്താണ്? മറ്റൊരു ക്വസ്റ്റ്യൻ. ഇ വേസ്റ്റ് എന്താണ്? ഇതൊക്കെ റിപ്പീറ്റ് ആണ്. നേരത്തെ പറയാൻ വിട്ടുപോയൊരു ചോദ്യത്തിൻ്റെ കൂടെ പറയാണ്, സോഫ്റ്റ് സ്കിൽ എന്താണ്? സോഫ്റ്റ് സ്കിൽസ് എന്താണ്? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, സൈബർ ക്രൈം എന്താണ്? സൈബർ എത്തിക്സ് എന്താണ്? ഒക്കെ 2 മാർക്സ് ഈസി സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ നോക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മിനിമം നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ്, സെർച്ച് എൻജിൻ. ഏതെങ്കിലും 4 എക്സാമ്പിൾസ് ഓഫ് സെർച്ച് എൻജിൻ. സെർച്ച് എൻജിൻ എന്താണ്? ഏതെങ്കിലും ഒരു 4 എക്സാമ്പിൾസ് സെർച്ച് എൻജിൻ്റെ ചോദിക്കാറുണ്ട്. എക്സാമ്പിൾസ് നോക്കി വയ്ക്കുക. എക്സാമ്പിൾസ്. ഇനി ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്താണ്? ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്താണ്? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, ഫാൽബെറ്റ്സ് എന്താണ്? റിപ്പീറ്റ് അല്ല, ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഫാബ്ലെറ്റ്സ്. ഫാബ്ലെറ്റ്സ് എന്താണ്? ഫിഷിംഗ് എന്താണ്? ഫിഷിംഗ് അത് റിപ്പീറ്റാണ്, 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ് ചിലപ്പോൾ ഏതെങ്കിലും 2 ചോദിക്കാറുണ്ട്. ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഫീച്ചേഴ്സ് ഏതെങ്കിലും 2 എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ ഈസി ക്വസ്റ്റ്യൻ ആണ് മറ്റൊന്ന്, വെബ്സൈറ്റ് എന്താണ്? അതൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റണതാണ്. ദെൻ ഡിജിറ്റൽ ഏജ് എന്താണ്? ഈസി. ഡിജിറ്റൽ ഏജ് ലേണേഴ്സ്. ഡിജിറ്റൽ ഏജ് ലേണേഴ്സ് എന്താണ്? ആരാണ്? ഡിജിറ്റൽ ഏജ് ലേണേഴ്സ്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. റിപ്പീറ്റ് ആണ് കേട്ടോ. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ഇനി മറ്റ് 1-2 ടൈമുകളിൽ ബിഗ് ഡാറ്റ അനാലിസിസ് എന്താണ്? ബിഗ് ഡാറ്റ അനാലിസിസ് എന്താണ്? അതുപോലെ തന്നെ ഡിജിറ്റൽ ഡിവൈഡ് എന്താണ്? ഡിജിറ്റൽ ഡിവൈഡ് എന്താണ്? ഈസിയാണ്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ. ഇനി
ഇതിൻ്റെ കൂടെ പറയാനുള്ളത് ഇ ലേണിംഗ്, റിപ്പീറ്റാണ്, ഒരുപാട് പേപ്പറിൽ വന്നിട്ടുള്ളതാണ് ഇ ലേണിംഗ്. പിന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ദെൻ ഓൺലൈൻ അഡ്വർടൈസിങ് എന്താണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ PPC അഡ്വർടൈസിങ് എന്താണ് മറ്റൊരു ക്വസ്റ്റ്യൻ. പിന്നെ ഈ കണ്ടന്റ് ഡെവലപ്മെന്റ് എന്താണ് മറ്റൊരു ക്വസ്റ്റ്യൻ. കണ്ടന്റ് ഡെവലപ്മെന്റ് എന്താണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ റിപ്പീറ്റ് ആണ് ഹാക്കിംഗ് എന്താണ്, ഫിഷിങ്ങിൻ്റെ കൂടെ പറയണ്ടായിരുന്നു. പിന്നെ മൂക്സ് എന്താണ്, മൂക്ക്. പിന്നെ ഡിജിറ്റൽ നേറ്റീവ് നേരത്തെ പറയണ്ടായിരുന്നു. ഡിജിറ്റൽ നേറ്റീവ്സ് എന്താണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI എന്താണ്, അത് വരാറുള്ളതാണ്. പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണ് പ്രതീക്ഷിക്കാം വീണ്ടും. ദെൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് എന്താണ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് എന്താണ്. ഇതൊക്കെ ബേസിക്സ് ആണ്. ദെൻ PPS എന്താണ്, ഒരു പ്രാവശ്യം വന്നിട്ടുള്ള ബിഗ് ഡാറ്റ അനാലിസിസ് ഞാൻ പറഞ്ഞു. ഇൻഫോർമേഷൻ ഓവർലോഡ് എന്താണ്, ഇൻഫോർമേഷൻ ഓവർലോഡ് എന്താണ്. ദെൻ ബ്ലോഗ്സ് എന്താണ്, ബ്ലോഗുകൾ. അതുപോലെ തന്നെ ബാനർ ആഡ്സ് എന്താണ്. ഇതൊക്കെ ഈസിയാണ്. ദെൻ നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്താണ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് ചോദിക്കാറുണ്ട്, നോൺ വെർബൽ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എന്താണ്. പിന്നെ ഒരു സജഷനും കൂടി നൽകാം, ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സിനെ പറ്റിയിട്ട്. ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യം. അപ്പം ഇതൊക്കെയാണ് നമ്മൾ 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. 15 ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ ഈ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇതൊക്കെ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഒക്കെ ഈസി ക്വസ്റ്റ്യൻസാ. മൊത്തം സബ്ജക്റ്റ് കഴിയാത്തവരാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മിനിമം ഫോക്കസ് ചെയ്യുക. 2 മാർക്സിന് 3 സെന്റൻസ് എഴുതിയാൽ മതി മാക്സിമം. പ്രൊഫഷണൽ സ്കിൽസ് എന്താണ്, ഹു ഈസ് എ ഗുഡ് പ്രൊഫഷണൽ, പ്രൊഫഷണലിസം എന്താണ്, ഇമെയിൽ എന്താണ്, ഇമെയിൽ എറ്റിക്കേറ്റ് എന്താണ്, ഇ ബുക്ക്, ഇ വേസ്റ്റ്, സോഫ്റ്റ് സ്കിൽ എന്താണ്, സൈബർ ക്രൈം, സൈബർ എത്തിക്സ്, സെർച്ച് എഞ്ചിൻ ഏതെങ്കിലും 4 എക്സാമ്പിൾസ് നോക്കി വെക്കുക. ബിസിനസ് ഡാറ്റ അനാലിസിസ്, ഫാബ്ലെറ്റ്സ് എന്താണ്, ഫിഷിംഗ്, ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ ഫീച്ചേഴ്സ്, വെബ്സൈറ്റ് എന്താണ്, ഡിജിറ്റൽ ഏജ് ലൈനേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, ബിഗ് ഡാറ്റ അനാലിസിസ്, ഡിജിറ്റൽ ഡിവൈഡ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇ ലേണിംഗ്, അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഓൺലൈൻ അഡ്വർടൈസിംഗ്, PPC അഡ്വർടൈസിംഗ്, ഈ കണ്ടന്റ് ഡെവലപ്മെന്റ്, ഹാക്കിംഗ് എന്താണ്, മൂക്സ്, ഡിജിറ്റൽ നേറ്റീവ്സ്, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ്, PPS എന്താണ്, ഇൻഫർമേഷൻ ഓവർലോഡ്, ബ്ലോഗ്സ്, ബാനർ ആഡ്സ്, കമ്മ്യൂണിക്കേഷനിലെ വെർബൽ, നോൺ വെർബൽ. പിന്നെ ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ 2 വർഷത്തെ പേപ്പറിൽ വന്നുള്ള ചോദ്യമാണ് ഡിഫറെൻറ്റ് പ്രസന്റേഷൻ പോസ്റ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 മാർക്സിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇതാണ്, ആൻഡ് ആഫ്റ്റർ പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഇതാണ്, ആൻഡ് ഫൈനലി ഇത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ സജഷൻസും ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.